ഹായ് നമസ്കാരം. കണ്ണാടിപുരം ഡയറീസ് ഇതിൻ്റെ വെബ് സീരീസിൻ്റെ ഷൂട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ലൊക്കേഷനിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കലാകാരിയെ പരിചയപ്പെടാം. രമ്യ മനോജ്. സീരിയലിലും സിനിമകളിലും ഒക്കെ ഒരുപാട് വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള കലാകാരിയാണ്. നമുക്കൊന്ന് പരിചയപ്പെട്ട് അവരുടെ വിശേഷങ്ങളിലേക്ക് പോയാലോ? വാ. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ വെബ് സീരീസിന്റെ ഷൂട്ടിലാണുള്ളത്. കണ്ണാടിപുരം ഡയറീസ്. ഇപ്പൊ 3ാമത്തെ എപ്പിസോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 2 എപ്പിസോഡ് റിലീസ് ചെയ്തു. കണ്ടായിരുന്നോ? യൂട്യൂബ് ചാനൽ അജി മീഡിയ യൂട്യൂബ് ചാനൽ. 3ാമത്തെ എപ്പിസോഡിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂവേഴ്സ് ഉണ്ട്. എല്ലാവരും എന്താ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു വെബ് സീരീസ് ആയിട്ടാണ്. എന്താ പുറത്തുനിന്ന് നല്ല നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് ആവശ്യമാണ്. 3 ദിവസം പോവായിരിക്കും. 2 ദിവസം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പോക്ക് നോക്കുമ്പോൾ 3 ദിവസമൊക്കെ പോകാൻ സാധ്യതയുണ്ട്. യൂട്യൂബ് ചാനൽ അജി മീഡിയ അല്ലേ? അജി മീഡിയ യൂട്യൂബ് ചാനലാണ്. എല്ലാവരും കാണണം. അജി മീഡിയ മറക്കരുത്. എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞാനിവിടെ വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നിടത്ത് വന്നപ്പോഴേ അറിയാൻ കഴിഞ്ഞത് ചേച്ചിയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, സത്യമാണ്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാമോ? ഞാനാണ് എഴുതുന്നത്. പക്ഷെ ഇതിന്റെ സംഭാഷണം, തിരക്കഥ എല്ലാം ചെയ്യുന്നത് സന്തോഷ് ചേട്ടനാണ്. സന്തോഷ് കളഞ്ഞൂര് ആർട്ടിസ്റ്റ്. അപ്പം എല്ലാത്തിനും നമുക്ക് സമയം കിട്ടാറില്ല. അപ്പൊ പിന്നെ അദ്ദേഹം നന്നായിട്ട് ചെയ്യും. പിന്നെ അങ്ങനെയാണ്. ലാസ്റ്റ് ചെയ്തത് ഇപ്പം ഈ തനിനിറം എന്ന മൂവിയാണ്. അത് രതീഷ് നെടുമങ്ങാട് സാറാണ് അതിന്റെ ഡയറക്ടറും അംബിക കണ്ണൻ റൈറ്ററും. അപ്പോൾ അനൂപ് നായകനായിട്ട് ഉള്ളത്. അപ്പൊ അതാണ് ഇപ്പൊ ലാസ്റ്റ് ചെയ്തത്. അതിന്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞു, ഡബിങ് കഴിഞ്ഞു. ഇപ്പം ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലായിട്ട്. അതിനു മുന്നേ പോലീസ് ഡേ ചെയ്തു. സന്തോഷ് പാലോട് സാറാണ് ഡയറക്ടർ. ടിനി ടോം നായകനായിരിക്കുന്നത്. അപ്പൊ ഓണത്തിന്റെ മുന്നേയായിട്ട് അത് റിലീസ് ചെയ്തു. നല്ല അഭിപ്രായമായിരുന്നു. തിയേറ്റർ മൂവി ആയിരുന്നു. പിന്നെ അല്ലാതെ മധുവമ്പാട് സാറിന്റെ പിൻവാതിൽ, അത്താഴ വീഞ്ഞ്, ഇങ്ങനെ 5-6ഓളം മൂവി ചെയ്തിട്ടുണ്ടല്ലേ? സിനിമയെക്കാട്ടിലും കൂടുതലായിട്ട് പ്രേക്ഷകർ കാണുന്ന സീരിയലായിരിക്കും. ഒരുപാട് സീരിയൽ ചെയ്തിട്ടുണ്ട്. സീരിയൽ ഞാൻ കൂടുതലും ചെയ്തത് ഏഷ്യാനെറ്റ് തന്നെയാണ്. സ്വാന്തനം, ചിപ്പി രഞ്ജിത്തിന്റെ ചേച്ചിയുടെ സ്വാന്തനം, അതിലായിരുന്നു എൻ്റെ ഒരു. അതിനു മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലായിരുന്നു നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തത്. സ്നേഹ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ അല്ലാതെ തന്നെ അവരുടെ തന്നെ ഒരു തമിഴ്, മൗനരാഗം തമിഴ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. സ്റ്റാർ എന്നിട്ടുള്ള തമിഴ് ചാനലാണ്. അപ്പൊ അതിൽ ചെയ്തു. അത് കഴിഞ്ഞ് കുടുംബ വിളക്ക്, ഏതോ ജന്മകൽപ്പനയിൽ, ഇഷ്ടം മാത്രം, അമ്മക്കിളിക്കൂട്, നീയും ഞാനും, ഇങ്ങനെ 10-18ഓളം സീരിയൽ ചെയ്തു. ഇപ്പൊ